ആകാശവാണി കോഴിക്കോട്. പൂക്കൂട, കുട്ടികളുടെ പരിപാടി. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, പൂക്കൂടയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഗവൺമെന്റ് LP സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം. ഒരു ലളിതഗാനത്തോടെ ഞങ്ങൾ പരിപാടികൾ ആരംഭിക്കട്ടെ. പാടുന്നത് അതമ്മയാട്ടി. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലേ കതിരു കാണാക്കിളി. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലേ കതിരു കാണാക്കിളി. ഇന്നെൻ്റെ മനസ്സിൻ്റെ മലർമുറ്റത്ത് തീ ഹിന്ദോളരാഗത്തിൽ പാടി പാടി ഹിന്ദോളരാഗത്തിൽ പാടി. ആ ആ ഇന്നെനിക്കെന്തോരാലസ്യം തളിർമരച്ചില്ലയിൽ രാഗോത്സവം. ഇന്നെനിക്കെന്തോരാലസ്യം തളിർമരച്ചില്ലയിൽ രാഗോത്സവം. താമ്പൂലം നീട്ടിയ കുപ്പിവളക്കൈകളിൽ താമ്പൂലം നീട്ടിയ കുപ്പിവളക്കൈകളിൽ ഞാനൊരു സമ്മാനം നൽകി. ഞാനൊരു സമ്മാനം നൽകി. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലേ കതിരു കാണാക്കിളി. ഇന്നെൻ്റെ മനസ്സിൻ്റെ മലർമുറ്റത്ത് തീ ഹിന്ദോളരാഗത്തിൽ പാടി പാടി ഹിന്ദോളരാഗത്തിൽ പാടി. ആ ആ ഈരക്കുഴലെടുത്തു ഞാൻ പാടി ഈശ്വരധ്യാന സംഗീതം. ഈരക്കുഴലെടുത്തു ഞാൻ പാടി ഈശ്വരധ്യാന സംഗീതം. അന്തിച്ചുവപ്പിൻ്റെ ചന്തം കലർന്നൊഴുകും അന്തിച്ചുവപ്പിൻ്റെ ചന്തം കലർന്നൊഴുകും സുന്ദര സായാഹ്ന സന്ധ്യയണഞ്ഞു സുന്ദര സായ
സായാഹ്ന സന്ധ്യയണഞ്ഞു കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലേ കതിരു കാണാക്കിളി ഇന്നെൻ്റെ മനസ്സിൻ്റെ മലർമുറ്റത്ത് തീ ഹിന്ദോളരാഗത്തിൽ പാടി പാടി ഹിന്ദോളരാഗത്തിൽ പാടി ആ ആ ഇനി നമുക്കൊരു മോണോ ആക്ട് കേട്ടാലോ? അവതരിപ്പിക്കുന്നത് അലൈന നസ്വിൻ. പടച്ച റബ്ബേ, നമ്മളിതെന്താ കാണുന്നത്? ഈ തറവാട്ടിൽ ആറ്റുനോറ്റുണ്ടായ ഒരൊറ്റ ആൺകുട്ടിയാണിത്. ഇതിന്റെ കൈമൽ ആരാണ് ഈ ചൂല് കൊടുത്തത്? ആരാണ് ഈ പണി ചെയ്തത്? റുക്കിയ, റൂക്കിയ, ചിതവിടെ പോയി കിടക്കാണ്. അന്നെ നമ്മൾ ഇന്ന് ശരിയാക്കി തരാം. എന്താ എന്റെ പുന്നാരമ്മ, ഞമ്മള് മീൻ മുറുക്കിയേനി. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഒച്ചയും വിളിയും കൂട്ടുന്നത്? അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ചെറിയതാണ് ഇവിടെ ഇപ്പൊ ഇതൊക്കെ നടക്കുന്നത്. ഈ കുട്ടീന്റെ കൈമൽ ആരാണ് ഈ ചൂല് കൊടുത്തത്? ഞമ്മക്ക് അതറിഞ്ഞാ മതി. ഞാൻ അവനോടൊന്നും ചെയ്യാൻ പറഞ്ഞില്ല, ഓനോന്റെ ഇഷ്ടത്തിന് ചെയ്യാ. ഇതപ്പോ വലിയ കാര്യം. എന്റെ പുന്നാരും ഉമ്മ, നിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കല്ലേ. അടിച്ചു വാരലും പാത്രം കേൾക്കലൊക്കെ പെണ്ണുങ്ങളെ മാത്രം പണിയാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? കാലൊക്കെ മാറി മൂമ്മ, അത് മീൻ നൂറ്റാണ്ടില്. അല്ല, ഇങ്ങള് പറ, ഞാൻ ചെയ്തതിൽ വല്ല തെറ്റുണ്ടോ? നമ്മളെ ഗൗരേച്ചിന്റെ മോളും മാളൂട്ടിയാണല്ലോ കരഞ്ഞോണ്ട് ഓടി വരണത്. എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അമ്മ അമ്മ എന്നെ തല്ലി ഫൈസിക്ക. നോക്ക്, കയ്യിലും കാലിലൊക്കെ നിറയെ പാടാ. എന്തിനാ നിന്നമ്മ തല്ലിയേ? വെറുതെ തല്ലില്ലല്ലോ. ഗൗരേച്ചി ഇപ്പൊ പറമ്പിലെ പണി കഴിഞ്ഞ് അങ്ങോട്ട് പോയതല്ലേള്ളൂ. പിന്നെന്താ പറ്റിയേ? വേറെ ഒന്നുമല്ല, സ്കൂൾ കലാമേളയില് മോണാറ്റില് എനിക്കാ ഫസ്റ്റ്ന്ന് ഞാൻ ഫൈസിക്കാനോട് പറഞ്ഞതല്ലേ. അന്നേ ജഡ്ജസ് പറഞ്ഞതാ, യൂട്യൂബിലൊന്നും നോക്കി മോണാറ്റ് ചെയ്യരുതെന്ന്. കുട്ടികളെ അവർക്ക് പറ്റുന്ന വിഷയം വേണം ചെയ്യാനെന്ന്. അതൊന്നും എൻ്റെ അമ്മക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഫൈസിക്ക. അതിനെന്തിനാ നിന്നമ്മ തല്ലിയേ? ഞാൻ ടീച്ചറോട് ചോദിച്ചിരുന്നു ഒരു മോണാറ്റ് കിട്ടാൻ എന്താ വഴിയെന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു മോണാറ്റൊക്കെ എഴുതിപ്പിക്കണമെങ്കിൽ ഒരുപാട് പൈസ ആവുന്നു. എൻ്റെ അമ്മയുടെ കയ്യിൽ അത്രക്കൊന്നും പൈസ ഇല്ലാന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരേ ഒരു വഴിയേ തോന്നിയുള്ളൂ, ഈ കുഞ്ഞിക്കമ്മൽ വിറ്റിട്ട് ഇത്തിരി പൈസ ഉണ്ടാക്കാന്ന്. അത് പറഞ്ഞ് കരഞ്ഞ് വാശി പിടിച്ചതിനാ അമ്മ എന്നെ തല്ലിയ. എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണായിരുന്നു. ഇതിന് നിനക്ക് തല്ല് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ലേലും മാളൂട്ടിയെ, നിനക്ക് അറിഞ്ഞൂടെ ഇത് പറഞ്ഞ് വാശി പിടിച്ച നിന്നെ അമ്മ തല്ലുന്ന്? നിങ്ങളുടെ അച്ഛൻ്റെ ഓർമ്മക്കായി നിങ്ങളുടെ കയ്യിലുള്ള ആകെ ഒരു മുതലല്ലേ കുഞ്ഞിക്കമ്മല്. ഇത് വിൽക്കണമെന്ന് പറഞ്ഞാ നിന്നമ്മ തല്ലാതിരിക്കുവോ? നിനക്കിപ്പോ ഒരു മോണാറ്റ് പഠിക്കണം, അത്രല്ലേ ഉള്ളൂ. ഞാൻ ശരിയാക്കി തരാം. ഹലോ ഹലോ, വേദിയിൽ മോണാറ്റ് മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 101 ഓൺ ദി സ്റ്റേജ്. മോളെ, പഠിക്കാനുള്ളതൊക്കെ പഠിക്കുക കേട്ടോ. ഫോൺ എടുത്ത് കളിക്കല്ലേ. അതിൽ കളിച്ചിരുന്നാ പിന്നെ നിനക്കൊരു ബോധം ഉണ്ടാവില്ല. എന്തൊരു കഷ്ടം അമ്മേ, ഞാൻ ഇപ്പൊ തങ്ങി എടുത്തതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി. എന്താ എന്റെ പൊന്നു മോളെ, നിന്നോടല്ലേ അമ്മ പറഞ്ഞത് ഫോൺ എടുക്കരുതെന്ന്? എപ്പോഴും അതിലിങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാല് നിന്റെ കണ്ണ് കേടുവരില്ലേ? അതെങ്ങനെയാ? ഒരിത്തിരി നേരം കിട്ടിയാല് ഇന്നോടൊന്നും മിണ്ടാനും പറയാനും പോലും ആർക്കും നേരമില്ല. ഈ ഫോണിൽ കളി തന്നെ ആരോടു പറയാനാ? നാരായണ നാരായണ. എന്റെ മുത്തശ്ശിയെ, നിങ്ങളും തുടങ്ങിയോ? എനിക്ക് വേണ്ട ഫോണ്, ഞാൻ വെച്ച്. മോളെ, ഇവിടെ ഇങ്ങോട്ട് വാ. മോക്കെന്നെ അറിയോ? ഞാൻ അപ്പുറത്തെ വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്ന ആളാ. മോക്ക് ഫോൺ വേണോ? എന്റെ ഫോണിൽ ഒരുപാട് സൂത്രങ്ങളുണ്ട്. വാ, ഞാൻ കാണിച്ചു തരാം. എവിടെ നോക്കട്ടെ. അയ്യേ, ഇതൊക്കെ ചീത്തയാ, എനിക്കിതൊന്നും കാണണ്ട. നീ ഇങ്ങോട്ട് വാ,
നല്ല സുന്ദരി കുട്ടിയാണല്ലോ. നിനക്ക് ആ മുട്ടായൊക്കെ തരാം. വാ, എന്റെ മടിയിലിരിക്കെ. എന്നെ ഇങ്ങനെ തൊടണ്ട. നിങ്ങൾ ചീത്തയാ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് ചീത്തയാന്ന് എനിക്കറിയാലോ. മിണ്ടല്ലടി, ആരെങ്കിലും വരും. എന്നെ വായ പൊത്തി പിടിക്കൽ, ഞാൻ കടിക്കും. കടിച്ച് നാശം. തൽക്കാലം ഒന്ന് രക്ഷപ്പെടാം. ഇപ്പൊ നിങ്ങളെ രക്ഷപ്പെട്ടു. നിങ്ങളെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. കൂട്ടുകാരെ, നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ ദേഹത്ത് ഒരുത്തനെയും തൊടാൻ സമ്മതിക്കരുത്. മിഠായി തരാമെന്ന് പറഞ്ഞും ഫോൺ തരാമെന്ന് പറഞ്ഞും നമ്മെ വഞ്ചിക്കാൻ ഒരുപാട് ദുഷ്ടന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അതിലൊന്നും പെടാതെ കരുത്തോടെ കരുതലോടെ നമുക്ക് ജീവിക്കാം. ഇനി ഹനാഫബിന്റെ ഒരു മാപ്പിളപ്പാട്ട് കേട്ടാലോ? മാപ്പിളപ്പാട്ട് രചയിതാവ് ബദറുദ്ദീൻ പാരന്നൂരിന്റെ രചന. ഇശൽ പുകഴ്ന്നെന്ന് അച്ചൽ ചുരുട്ടുനീട്ടം. മാനിതം കേളുങ്കൾ താനവൻ തേനിശൽ ലെങ്കും തികപ്പങ്കി എങ്കും മതിറങ്ങിൽ മെഹബൂബർ ത്വായിഫിൻ മന്നവനിംഗീതം ചാറ്റി ഉന്നവനിംബിതമാട്ടി മെഹമൂദരേ തെരുവതിലെതിരിൽ ചെപ്പിടൈപ്പടി തുട്ടരതട്ടതിൽ ചിപ്പമ്മ ചിപ്പിയുൾ മുത്തെതിരിട്ടവർ കൂടും ചെടരോടും കൊതിയോടുൾ കാടർ കേടരോതി യാതുവല്ല മാനിതം കേളുങ്കൾ താനവൻ തേനിശു ലെങ്കും തികപ്പങ്കി എങ്കും മതിറങ്ങിൽ മെഹബൂബർ ത്വായിഫിൻ മന്നവനിംഗീതം ചാറ്റി ഉന്നവനിംബിതമാട്ടി മെഹമൂദരേ തെരുവതിലെതിര് മേനിത്തങ്ങൾ ഹാനി എങ്കും ത്വായിഫിലായി അട്ടിയിട്ടി പട ഹജറെടുത്തവരോടിടലായി മേനിത്തങ്ങൾ ഹാനി എങ്കും ത്വായിഫിലായി അട്ടിയിട്ടി പട ഹജറെടുത്തവരോടിടലായി വങ്കരത്തനം ചിങ്കരയിത്തണം ചെന്നിടം ചിന്തയുടെ മുന്തും രചിലിടം വങ്കരത്തനം ചിങ്കരയിത്തണം ചെന്നിടം ചിന്തയുടെ മുന്തും രചിലിടം അവർത്തൻ വികൃതം പ്രകൃതം സഹജം സുഹൃതം തിമൃതം മെഹബൂബരാൽ ആളുതൊളുക്കിടലായി ചെണ്ട് പിന്നെ മതിക്കിണ്ട രണ്ടും ചതിയുണ്ടെന്നായനെ കണ്ടിടുകിത്തിതിപ്പൂതിൽ തതിയോതും നബിയോടുൾ ഖേദമോദിച്ചോതി യാ റസൂലല്ലാഹ് മാനിതം കേളുങ്കൾ താനവൻ തേനിശ ലെങ്കും തികപ്പങ്കി എങ്കും മതിറങ്ങിൽ മെഹബൂബർ ത്വായിഫിൻ മന്നവനിംഗീതം ചാറ്റി ഉന്നവനിംബിതമാട്ടി മെഹമൂദരേ തെരുവതിലെതിര് മാനിയുങ്കൾ കൂപ്പിടുമെൻ താനൂനിലായി ഉതിമതിയോട് മുത കൊതിത്തവരേ ശീടലായി മാനിയുങ്കൾ കൂപ്പിടുമെൻ താനൂനിലായി ഉതിമതിയോട് മുത കൊതിത്തവരേ ശീടലായി എങ്കളിത്തന്ന മുന്തിരി മുത്തണ ചിങ്കറുത്ത് പത്തു ശൈബത്തോരിത്തണം എങ്കളിത്തന്ന മുന്തിരി മുത്തണ ചിങ്കറുത്ത് പത്തു ശൈബത്തോരിത്തണം സുവിധം സുഹൃതം പുകന്തും സുവിധം സഹൃദം മികന്തും മതിനൂറിനാൽ മുതമത തൊടുവിൽ എണ്ടുകൊണ്ടിക്കഥ വിണ്ട രവി ബദ്രചുണ്ടനവൻ തെളി പണ്ടവൻ തെന്നൊളിയേകും മികനൂറിൻ സതിസാരം ഹാദി ദൂതരോധി യാ ഇബാദല്ലാഹ് മാനിതം കേളുങ്കൾ താനവൻ തേനിശ ലെങ്കും തികപ്പങ്കി എങ്കും മതിറങ്ങിൽ മെഹബൂബർ ത്വായിഫിൻ മന്നവനിംഗീതം ചാറ്റി ഉന്നവനിംബിതമാട്ടി മെഹമൂദരേ തെരുവതിലെതിര് മാനിമ്പ പൂങ്കരൾ ബിങ്കിടലായി തിതിനോട് തുതി പുകിന്തിടനോദിടലായി മാനിമ്പ പൂങ്കരൾ പിങ്കിടലായി തിതിനോട് തുതി പുകിന്തിടനോദിടലായി തിങ്കളിമ്പിതമ്പെങ്കിവെ തങ്കിടം പെങ്കണം താലം ജബറായിലമ്പിടെ തിങ്കളിമ്പിതമ്പെങ്കിവെ തങ്കിടം പെങ്കനം താലം ജബറായിലമ്പിടെ ജബലൊന്ന ജബിൽ സുവിജം നിജമായ ജലൊന്നുചിതം അനുമതിയിടുകിൽ മെഹമൂദരേ
കെണ്ടനം വിട്ടതിൽ കെണ്ടരെ പെട്ടുടൻ കുണ്ടലറിമ്പീതം ചെണ്ടിടും മന്ദലം നേടും മികവോരായി ഇവരാലും നോടി മേദർ ഹാദി യാ സഫിയല്ലാ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച അനേകായിരം ധീരദേശാഭിമാനികളെ സ്മരിച്ചുകൊണ്ട് കഥ പറയുന്നു ദീപ്ത. സ്വാതന്ത്ര്യത്തിന്റെയും സ്വാഭിമാനത്തിന്റെയും ആവേശം സിരകളിൽ ചൂട് പിടിപ്പിക്കുന്ന ഒട്ടനേകം വീരകഥകൾ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് പിന്നിലുണ്ട്. അങ്ങനെയുള്ള ധീരരായ 2 പെൺകുട്ടികളുടെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ കോമില്ല ജില്ലയിലായിരുന്നു സുനീതി ചൗധരി ജനിച്ചത്. കൊൽക്കത്ത സ്വദേശിയായിരുന്നു ശാന്തി ഘോഷ്. സ്വാതന്ത്ര്യത്തിന്റെയും സ്വാഭിമാനത്തിന്റെയും ആവേശം സിരകളിൽ ചൂട് പിടിപ്പിക്കുന്ന ഒട്ടനേകം വീരകഥകൾ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് പിന്നിലുണ്ട്. അങ്ങനെയുള്ള ധീരരായ 2 പെൺകുട്ടികളുടെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ കോമില്ല ജില്ലയിലായിരുന്നു സുനീതി ചൗധരി ജനിച്ചത്. കൊൽക്കത്ത സ്വദേശിയായിരുന്നു ശാന്തി ഘോഷ്. 2 പേരും ജുഗന്തർ പാർട്ടിയിൽ ചേർന്ന് വടി, തോക്ക്, ലാത്തി, കടാര എന്നിവയിൽ പരിശീലനം നേടിയ മിടുക്കികളായിരുന്നു. ജീവിതം മാതൃരാജ്യത്തിനായുള്ള ത്യാഗമാണ് എന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ അവരുടെ വിശ്വാസങ്ങളെ രൂപപ്പെടുത്തി. 6ാം ക്ലാസ് വിദ്യാർത്ഥിനികളായിരുന്ന 2 പേരും സ്കൂൾ സമയത്ത് സ്കൂളിൽ നിന്നും ഇറങ്ങി ദൂരെ ഒരു കുന്നിൻ മുകളിൽ പോയി വെടിവെച്ച് കളിക്കുമായിരുന്നു. ധീര വിപ്ലവകാരിയായിരുന്ന അഖിൽ ചന്ദ്ര അവരെ പരിശീലിപ്പിച്ചിരുന്നു. എന്ത് കാര്യം ഏൽപ്പിക്കുവാൻ പോന്ന ധീരരായിരുന്നു അവരെന്ന് അദ്ദേഹം അഭിമാനം കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ 1931 ഡിസംബർ 14 തണുത്ത പുലരിയിൽ പട്ടുഷാൾ പുതച്ച് സാരിയുടുത്ത 2 ചെറിയ പെൺകുട്ടികൾ ജില്ലാ മജിസ്ട്രേറ്റ് ചാൾസ് ജെഫ്രീത് ബക്രാൻസ് സ്റ്റീവൻസിനെ കാണാൻ അനുമതി തേടി. തന്റെ അധികാര സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്യുകയും രാജ്ഗുരു ഭഗത് സിംഗ്, സുഖ്ദേവ് എന്നീ വീരന്മാരെ തൂക്കിലേറ്റുകയും ചെയ്ത ആ മനുഷ്യനെ കാണാൻ അവർ അക്ഷമരായി നിന്നു. ഇരുവരും മജിസ്ട്രേറ്റിന്റെ ഓഫീസ് മുറിയിൽ പ്രവേശിച്ചു. സ്കൂൾ പെൺകുട്ടികളായിരുന്നതിനാൽ ബ്രിട്ടീഷ് പോലീസ് അവരെ സംശയിച്ചതേയില്ല. മീരാദേവി നീന്തൽ ക്ലബിനായുള്ള അപേക്ഷയായിരുന്നു അവരുടെ പക്കൽ ഉണ്ടായിരുന്നത്. അതിലും സംശയിക്കത്തക്കതായി യാതൊന്നും ഉണ്ടായിരുന്നതേയില്ല. സ്റ്റീവൻസ് കത്തെടുത്തു വായിച്ചു. കത്തിൽ ഒപ്പിടാനായി അദ്ദേഹത്തെ അവർ നിർബന്ധിച്ചു. ഒപ്പിട്ട കത്തുമായി ചേംബറിൽ നിന്നും മടങ്ങിയെത്തിയ സ്റ്റീവൻസ് കണ്ടത് നിറത്തോക്കുമായി തന്നെ ഉന്നം വെച്ച് നിൽക്കുന്ന 2 പെൺകുട്ടികളെയായിരുന്നു. അമ്പരപ്പ് മാറുന്നതിന് മുന്നേ തന്നെ സുനിധി ചൗധരിയുടെ തോക്കിൽ നിന്ന് ആദ്യ ബുള്ളറ്റ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ നെഞ്ചിൽ തുളച്ചുകയറി. വിരൽ തുമ്പിൽ സൂചി കുത്തി കയറ്റുന്നത് മുതൽ തങ്ങളെ കാത്തിരിക്കുന്ന കൊടിയ പീഡനങ്ങളൊന്നും തന്നെ അവരെ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിച്ചതേയില്ല. സ്റ്റീവൻസിന്റെ മരണം ഉറപ്പിച്ചുകൊണ്ട് 2ാമത്തെ ബുള്ളറ്റും ശാന്തി നിറയൊഴിച്ചു. തങ്ങൾക്ക് വരാനിരിക്കുന്ന രക്തസാക്ഷിത്വമെന്ന മഹത്തായ പദവിയും മാത്രമേ അവർ ആഗ്രഹിച്ചിരുന്നുള്ളൂ. എന്നാൽ അവിടെ അവരുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. 14 വയസ്സാവാതിരുന്നതിനാൽ ജീവപര്യന്തം ശിക്ഷയും നാടുകടത്തലുമായിരുന്നു അവരെ കാത്തിരുന്നത്. കൊടിയ പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും മുമ്പിൽ ഒരിക്കൽ പോലും തങ്ങളുടെ സംഘടനയുടെ പേര് വെളിപ്പെടുത്താനോ സ്വാഭിമാനം വെടിയാനോ അവർ തയ്യാറായില്ല. ഇവരുടെ കണ്ണ് നനയിക്കുന്ന കഥ നമുക്കും പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അടുത്തതായി കവിത ആലപിക്കുന്നു അതിഥി എസ് ബൽരാജ്. ശ്രീ സച്ചിദാനന്ദന്റെ നാമദേവൻ ക്ഷേത്രങ്ങളെ ചോദ്യം ചെയ്യുന്നു. വരിക പുറത്ത് പൂജാരി നിൻ പൂണുനൂൽ കഴുകുകി കിളികൾ തൻ മഴയിൽ ഒരു ശില മാത്രം ഭജിക്കുവാനെന്തു നീ ശിലയായ ശിലയൊക്കെ രാമൻ തിരിയാർക്കു വേണ്ടി കൊളുത്തുന്നു കോവിലിൽ ഉലകിൻ്റെ സൂര്യനേ രാമൻ അവനെന്തിനീ പട്ടുതിരുവാട ആകാശം അവനെ പൊതിഞ്ഞിരിക്കുമ്പോൾ അവനു പൂമാലയോ ലോകങ്ങളൊക്കെയും അവിടത്തെ മലർവണിയല്ലോ അവനു മന്ത്രങ്ങൾ ശബ്ദമൂലം തന്നെ അവനാകും ഓംകാരമല്ലോ പ്രഭുവിന് നൈവേദ്യമെന്തിന് ബ്രഹ്മാണ്ടം അവനായി വിളഞ്ഞിരിക്കുമ്പോൾ അവനെ നിലാവിൻ്റെ ഖസനാവ് പാലെന്തിനഭിഷേകമെന്തിനു തേൻ ഈ വെയിലിൻ്റെ പ്രഭുവിന് മലർക്കാറ്റിൽ മുങ്ങുവാനണിയണം ചന്ദനമെന്നോ മതി
ശ്രേഷ്ഠയാം സീത പോലും അയക്കില്ല പതിയെ ഈ ഇരുളിൻ തുറുങ്കിൽ. മതിൽ കെട്ടി നിർത്തില്ല ഈ ദയാപ്രളയത്തെ നിലവിട്ട രാവണൻ പോലും. പറയന്ന് പടിയടച്ചിടുമിടം നിൻ ക്ഷേത്രമിത് തനിപ്പാപ സങ്കേതം. പറയുകീ വിഗ്രഹം പണിതതാർ ആർ കോവിലളവത്തു ശില വെച്ചുയർത്തി. തകിലിന്നു തുകലിട്ടതാർ ഇലത്താളവും കുഴലും വിളക്കുമാർ തീർത്തു. മകുടവും മാലയും മേലാപ്പുമാർ ചേർത്തു. തിരുവാടയാർ നെയ്തലക്കി പഴമാരുടേതാരു വിളയിച്ചു ദേവന് പ്രിയമെന്നു പറയും നിവേദ്യം. അവനെ നിർമ്മിച്ചൊരാ ദൈവമേ എൻ ദൈവം അവനില്ല കോവിലിന്നിരുളിൽ. അവനുണ്ട് തൂമ്പയിൽ തഴിൽ മുറക്കോലിൽ അവനുണ്ട് അടുക്കള പുകയിൽ. കരുവാന്റെ ആലതൻ കനലിൽ മൂശാരിതൻ ഉരുകിത്തിളച്ച ദോഹത്തിൽ. അവനമ്മമാർ കുടിക്കുന്ന തീതൈലത്തിൽ. അവനനാഥന്റെ വിശപ്പിൽ പരിഹസിക്കുന്നു നീ തയ്യൽ പണിക്കാരനറിയുമോ ഹരിയെന്നെ. അതേ തയ്ക്കലൻ ജോലി ഞാൻ തനിശൂദ്രനാണ്. ഒരു സൂര്യരശ്മിയൻ സൂചി അതു പാഞ്ഞു പോകുന്നു അന്തിമേഘത്തിൽ നിന്നരളി തന്നില ഞരമ്പോളം. തുടർന്ന് മാലിന്യമുക്ത കേരളം എന്ന സന്ദേശവുമായി ചിത്രീകരണം അവതരിപ്പിക്കുന്നു ദേവനന്ദ, ആദിദേവ്, ആൻ മരിയ, ശിവദ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചറെ, ഇന്ന് അമലിന്റെ ബർത്ത്ഡേ ആണ്. അതെയോ? ഹാപ്പി ബർത്ത്ഡേ അമൽ. താങ്ക് യു ടീച്ചർ. ടീച്ചർ, ജിയയുടെ പിറന്നാൾ ഇന്നാണല്ലോ. അവൾ ക്ലാസ് ലൈബ്രറിയിലേക്ക് പിറന്നാൾ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിറന്നാൾ ബുക്കോ? അതെന്താ? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. അതെയോ? അപ്പോൾ നിങ്ങളാരും നമ്മുടെ സ്കൂളിലെ പിറന്നാൾ ആഘോഷ രീതികളെ കുറിച്ചൊന്നും അമലിന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഇല്ല ടീച്ചർ, അവൻ വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. അവന്റെ പിറന്നാളിനെ കുറിച്ചൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പിറന്നാൾ ആഘോഷത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? നമ്മുടെ വിദ്യാലയം പ്ലാസ്റ്റിക് മാലിന്യമുക്ത ക്യാമ്പസ് ആകുന്നതിൻ്റെ ഭാഗമായി കുട്ടികൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും പൂച്ചെടികളും ഒക്കെയാണ് നൽകാറുള്ളത്. അതാവുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മിഠായി കവറുകളും ഒന്നും നമ്മുടെ സ്കൂളിൽ എത്തില്ലല്ലോ. അത് പൊളിച്ചു. പക്ഷേ ഞാൻ കൊണ്ടുവന്ന മിഠായി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? നീ വിഷമിക്കേണ്ട, ഇത് ഏതായാലും നമുക്ക് കൂട്ടുകാർക്ക് കൊടുക്കാം. പക്ഷേ മിഠായി കവറുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ബക്കറ്റിലിടാൻ മറക്കരുത്. ടീച്ചറെ, ആ ബിന്നിനകത്ത് നമുക്ക് മറ്റെന്തെല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാൻ പറ്റും? നമ്മൾ ഒരു തവണ മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന എത്ര പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ട്. മിഠായി കവർ, ലേസ് പാക്കറ്റ്, ബിസ്ക്കറ്റ് കവർ, പേന. അതെ, ഇത്തരം സാധനങ്ങളാണ് ഒറ്റത്തവണ ഉപയോഗത്തിന്റെ ഭാഗമായി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. നമ്മുടെ പറമ്പുകളിലും പുഴകളിലും കടലിലുമെല്ലാം നമ്മൾ വലിച്ചെറിഞ്ഞ് എത്തിച്ചേരുന്ന ഇത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ 500 വർഷം കഴിഞ്ഞാലും അങ്ങനെ തന്നെ പൂർണ്ണമായും അഴുകാതെ നിൽക്കും. 500 വർഷമോ? അതെ, നമ്മൾ മരിച്ചാലും പ്ലാസ്റ്റിക് മരിക്കില്ലാന്ന്. ശരിയാ ടീച്ചറെ, ഞങ്ങളുടെ വീടിനടുത്ത് ഒരാട് പ്ലാസ്റ്റിക് കവർ തൊണ്ടയിൽ കുടുങ്ങി ചത്തുപോയി. ഇതുപോലെ പ്ലാസ്റ്റിക് കഴിച്ച് ചത്തുപോയ ഒരു തിമിംഗലത്തിന്റെ ഫോട്ടോ എന്റെ അമ്മയുടെ ഫോണിൽ നിന്നും കണ്ടിരുന്നു. ഭക്ഷണമാണെന്ന് കരുതി പ്ലാസ്റ്റിക് കഴിച്ചിട്ടാണ് അത് ചത്തതെന്ന് അമ്മ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. നല്ല കുട്ടികൾ, ഇത്തരം വാർത്തകളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ട്. നമ്മുടെ വിദ്യാലയത്തിൽ നടന്ന ഹരിതസഭയുടെ പരിപാടികൾ അതിന്റെ
ഭാഗമാണ് നമ്മുടെ നാട്ടിലും വീട്ടിലുമുള്ള മാലിന്യങ്ങൾ ശേഖരിക്കാൻ പഞ്ചായത്തുകളിൽ തന്നെ ഹരിത കർമ്മസേന എന്നൊരു സംവിധാനവുമുണ്ട്. ടീച്ചറെ, എന്റെ അമ്മ ഇതിലെ അംഗമാണ്. അതെയോ, വളരെ നല്ലൊരു ജോലിയാണ് ഇവളുടെ അമ്മ ചെയ്യുന്നത്. ഹരിത കർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പിന്നീട് എന്താ ചെയ്യുന്നേ? അവരത് വേർതിരിച്ച് സംസ്കരിക്കാൻ അയക്കും. അതെങ്ങനെ? മാലിന്യങ്ങളെ ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് പ്ലാസ്റ്റിക് പോലുള്ള അജൈവ മാലിന്യങ്ങളെ പുനരുപയോഗിക്കാൻ കഴിയുന്നവ അല്ലാത്തവ എന്ന രീതിയിൽ വേർതിരിക്കും. ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് ജൈവവളമായും അജൈവ മാലിന്യങ്ങളെ ശാസ്ത്രീയമായും സംസ്കരിക്കാൻ വേണ്ടി റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റിയിലേക്ക് അയക്കുന്നു. അവരെന്താ അത് ചെയ്യുന്നേ? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊടിച്ച് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. റോഡ് ടാറിങ്ങിനായി ഇത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനാവും. ടീച്ചറെ, എന്റെ ചേച്ചി പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് പല വസ്തുക്കളും ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാ. അതി പാഴ്വസ്തുക്കളിൽ നിന്നും നമുക്ക് ഉപകാരപ്പെടുന്ന പല വസ്തുക്കളും ഉണ്ടാക്കാൻ സാധിക്കും. ജൈവ മാലിന്യങ്ങൾ പുനരുപയോഗിക്കുന്നത് കൊണ്ട് നാടിന്റെ മാലിന്യ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും. അമലിന്റെ മിഠായി കവർ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാം. ഇനി ഞാൻ എൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് മിഠായി കൊണ്ടുവരില്ല. മാലിന്യങ്ങൾ കുറയ്ക്കാൻ ഞാനും ശ്രമിക്കും. നമ്മുടെ പരിസ്ഥിതിയെ മാലിന്യമുക്തമാക്കിക്കൊണ്ട് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മൾ അതിനായി ഒരു പ്രതിജ്ഞ എടുക്കാം. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം. അവസാനമായി ഒരു ദേശഭക്തി ഗാനം കേൾക്കാം. ആലപിക്കുന്നവർ അതിഥി എസ് ബൽരാജ്, അസീം അബ്ദുള്ള, ജാൻവി ജിതേഷ്, ഇഷ നികേത, ആദിലക്ഷ്മി, അളക വിജേഷ്, അഗ്രിമ. വന്ദനം ഋഷിനാളേ വന്ദനം, ഭാരതാംബേ വന്ദനം, ഭാരതാംബേ പുണ്യഭൂവേ കോടി വന്ദനം. വന്ദനം ഋഷിനാടേ വന്ദനം, ഭാരതാംബേ വന്ദനം, ഭാരതാംബേ പുണ്യഭൂവേ കോടി വന്ദനം. ഗാന്ധിജിയും ബുദ്ധനും ശ്രീ വിവേകാനന്ദനും ശങ്കരാചാര്യരും വാഴ്ത്തിയ ധന്യനാടേ വന്ദനം, കോടി വന്ദനം. ഗാന്ധിജിയും ബുദ്ധനും ശ്രീ വിവേകാനന്ദനും ശങ്കരാചാര്യരും വാഴ്ത്തിയ ധന്യനാടേ വന്ദനം, കോടി വന്ദനം. വിവിധ ഭാഷകൾ വിവിധ ഭൂഷകൾ ഇവിടെ വളരുമ്പോൾ ഭാരതത്തിൻ മക്കൾ പാടും ഒരുമ സംഗീതം. നിസരി നീ പരിമ പമരി മരി സരി മരി മ പനി മ പനി സാ. വിവിധ ഭാഷകൾ വിവിധ ഭൂഷകൾ ഇവിടെ വളരുമ്പോൾ ഭാരതത്തിൻ മക്കൾ പാടും ഒരുമ സംഗീതം. സിന്ധുവിൻ ഒളിരത്തിലലയിടുമാ മഹദ്ഗീതം. ഗംഗയമുന ബ്രഹ്മപുത്രയിലിളകിടും ഗാനം. ഗംഗയമുന ബ്രഹ്മപുത്രയിലിളകിടും ഗാനം. നിങ്ങൾ ഇതുവരെ കേട്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഗവൺമെന്റ് LP സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി
ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.